സാറേ 30 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി യുക്രൈൻ സന്ദർശിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുക്രൈൻ സന്ദർശിക്കാൻ പോവുകയാണ്. ആദ്യം പോളണ്ടിലെത്തുന്നു, അവിടെ നിന്ന് യുക്രൈനിലേക്ക് ചെല്ലുന്നു. റഷ്യയുമായിട്ട് നമ്മൾ നല്ല സൗഹൃദത്തിലാണ്. ആ നരേന്ദ്രമോദിയാണ് ഈ സെലൻസ്കി അദ്ദേഹത്തെ വിമർശിച്ചിരുന്നു. മോദി റഷ്യൻ സന്ദർശനത്തിൽ മോദിയും പുടിനും ഒപ്പം നിൽക്കുന്ന ചിത്രമൊക്കെ കണ്ടിട്ട്. ഇപ്പോൾ അദ്ദേഹം ചെല്ലുമ്പോൾ അതിനൊരു വലിയ പ്രാധാന്യമുണ്ട്, പ്രത്യേകിച്ച് റഷ്യയും യുക്രൈനും യുദ്ധം തുടർന്നുകൊണ്ടേയിരിക്കുന്ന സാഹചര്യത്തിൽ. പ്രാധാന്യമുണ്ട് എന്ന് വെച്ചാൽ ഈ തങ്ങളങ്ങാടിയിലെ ബാപ്പൂട്ടി നമ്മുടെ മറ്റേ അപ്പൻ്റെ വീട്ടിലേക്ക്, ഏതപ്പൻ്റെ, ഈ 6-ാം തമ്പുരാൻ അപ്പൻ്റെ വീട്ടിലേക്ക് പോകുന്ന പോലെയാണ്. അപ്പം അതുണ്ടാക്കുന്ന ചില ഹ്യൂ ആൻഡ് ക്രൈസ് അതുണ്ടാവും. കാരണം ഇത് ഇപ്പം മോഡി വളരെ കൃത്യമായ മെസ്സേജ് കൊടുത്തിട്ടുണ്ട്, വി ആർ വെരി ക്ലോസ് ടു റഷ്യ എന്നുള്ളത്. ആ മെസ്സേജ് കൊടുത്ത സ്ഥിതിക്ക് അത് അങ്ങനെ തന്നെ ഈ നിങ്ങളൊരു പ്രതിസന്ധി ഘട്ടത്തിൽ ഒരാളെ സഹായിക്കും, ആ മെസ്സേജ് വളരെ ക്ലിയറാണ്. സന്തോഷിക്കുമ്പോൾ ഒരുപാട് നാളുകൾ നമ്മളെ കൂടെ ഉണ്ടാവും. നമ്മൾ ഒറ്റപ്പെടുന്ന ഒരു പ്രതിസന്ധി വരുമ്പോൾ അങ്ങനെ ഉണ്ടാവില്ല. ആ പ്രതിസന്ധി ഘട്ടത്തിൽ കൂടെ നിൽക്കുന്നവനാണ് നമ്മുടെ ശരിയായ സുഹൃത്ത്. അതെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് വലിയ വിജയങ്ങൾ നേടുമ്പോൾ ആത്മാർത്ഥമായിട്ട് അതിൽ സന്തോഷിക്കുന്നവനാണ് ശരിയായ സുഹൃത്ത്. അതിൽ വെറുതെ തുള്ളാൻ ആളുകളുണ്ട്, അതൊക്കെ അസൂയോടുകൂടി. അത് നിങ്ങളുണ്ട് ചില താരങ്ങളൊക്കെ വലിയ അവർ ചേട്ടാ എന്നൊക്കെ പറഞ്ഞ് നടക്കും. അവരെന്തെങ്കിലും ഒരു വിവാദത്തിൽ പെട്ടാൽ അന്നത്തോട് ഒരു തന്തയ്ക്ക് വിളിക്കും. ഇവൻ്റെ ഈ അസൂയയൊക്കെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. അതപ്പം ഇതൊക്കെ ഉള്ളിൽ വെച്ചുകൊണ്ടാണ് ഈ പറയുന്നത്. ശരിയായ ഫാനിന് ആ പ്രശ്നം ഉണ്ടാവില്ല. അപ്പം അതുപോലെ അതൊരു പ്രധാനപ്പെട്ട ഇവൻ്റ് തന്നെയാണ്. അപ്പോൾ അത് അവിടെ പോയിട്ട് ഇപ്പം ഇന്ത്യക്കാരായി പോയാലും ഇന്ത്യക്കാരോട് സിനിമ പിടിക്കാനൊക്കെ അടുത്തെല്ലാം വരെ പോയിരുന്നു. പല ഇപ്പം ഇന്ത്യൻ ജെയിംസ് ബോണ്ട് സിനിമകൾ പലതും തുർക്കിയിലും ഉക്രൈനിലും ഒക്കെ വെച്ചാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ പോയിരുന്നു. പിന്നെ നമുക്ക് അവരൊരു കുഴപ്പമില്ലാത്തൊരു ബന്ധം. നമ്മൾ ഈ റഷ്യയിലെ സുരേഷ് ഗോപി പറഞ്ഞു, ഈ റഷ്യൻ സാറ്റലൈറ്റ് സ്റ്റേറ്റുകളായ സ്ഥലങ്ങളിൽ എവിടെ നിങ്ങൾക്ക് എന്ത് പ്രശ്നം വന്നാലും നിങ്ങൾ ഇന്ത്യൻ പതാക നെഞ്ഞത്ത് കുത്തിയാൽ മതി. റഷ്യക്കാരും ആക്രമിക്കില്ല, മറ്റൊരു ആക്രമിക്കില്ല. ഇത് അഫ്ഗാനിസ്ഥാനിലും ഈ പറയുന്ന അഫ്ഗാൻ ഏരിയകൾ, പുസ്തൂൺ അല്ലാത്ത അഫ്ഗാൻ ഏരിയ പോയാലും പത്താൻ ഏരിയയിലും നമുക്ക് ഈ ഒരു ഗുണമുണ്ട്. പാകിസ്ഥാനിലില്ല. പാകിസ്ഥാനിൽ തന്നെ ബലൂചിസ്ഥാനിൽ പോയാലുണ്ട്. അപ്പോൾ നമ്മളൊരു വളരെ നല്ല ബന്ധമുള്ള, നമ്മളെ വലിയ റെസ്പെക്റ്റാണ്. പക്ഷേ തജിക്കിസ്ഥാനൊക്കെ നമ്മളോട് ഭയങ്കര റെസ്പെക്ട്. രാജീവ് ഗാന്ധിന് അവർക്ക് വലിയ കാര്യമാണ്. അവരെന്താ വലിയ പ്രൊജക്റ്റ് രാജീവ് ഗാന്ധി അവിടെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ബന്ധം നമുക്ക് അവരായിട്ടുണ്ട്. പക്ഷേ നമുക്കൊരു സെലൻസ്കിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു നിലപാട് നമ്മുടെ പ്രധാനമന്ത്രി എടുത്തപ്പോൾ അയാളുടെ ആഭ്യന്തര താല്പര്യം അനുസരിച്ചിട്ട് അയാൾക്ക് ആ ഒരു നിലപാടേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ നമ്മുടെ ആ ഒരു സിറ്റുവേഷൻ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ റഷ്യയെ സംബന്ധിച്ചിടത്തോളം യുദ്ധം തീർക്കണമെന്നുണ്ട്. റഷ്യക്ക് ഇതൊരു ഇവിടെ ചില ആളുകളൊക്കെ പറയുന്നത് കേട്ടു, നമ്മളെ ഫ്രണ്ട് റഷ്യ തോറ്റു. നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് ഈ പറയുന്നത്? റഷ്യയും ഉക്രൈനും കമ്പാരിസണേ ഇല്ല. റഷ്യ മൊത്തം അങ്ങോട്ട് കയറി വന്നടിച്ചാൽ ഉക്രൈൻ 10 മിനിറ്റ് കൊണ്ട് തീർന്നു പോകും. അത്രേ ഉള്ളൂ. അവരത് ചെയ്യാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർക്ക് ലിമിറ്റഡ് ആയിട്ട്, ഞാൻ അവരുടെ പ്രധാനപ്പെട്ട റഷ്യൻ ക്യാബിനറ്റിലെ പ്രധാനപ്പെട്ട സെക്രട്ടറി സംസാരിച്ചാണ്, അത് നിങ്ങൾ പറഞ്ഞിട്ടത് അവിടെ തിരുവനന്തപുരം വന്നപ്പോൾ. അവർക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള താല്പര്യങ്ങൾ അവരുള്ളൂ. പെട്ടെന്ന് തീർക്കാൻ വളരെ എളുപ്പം. അവരെ സംബന്ധിച്ച് അവരുടെ രാജ്യസുരക്ഷയാണ് പ്രധാനം. അവരെ സംബന്ധിച്ച് ഒന്നും ഇവർ നാറ്റോയിൽ പോകാൻ പാടില്ല. പിന്നെ അവിടെ റഷ്യൻ അതിർത്തിയുള്ള റഷ്യ വംശജരായ ആളുകളുണ്ട്. അവർ കുറച്ച് പീഡനങ്ങളും ബുദ്ധിമുട്ടും നേരിടുന്നത്. ഒന്നുകിൽ റഷ്യയുടെ ഭാഗമാക്കണം, അല്ല അവർക്ക് ഓട്ടോണമി കൊടുക്കണം. അവരെ ഇത്രയും കാര്യം റഷ്യക്കുള്ളൂ. പിന്നെ ക്രിമിയ റഷ്യയുടെ ഭാഗമായി തന്നെ, റഷ്യയുടെ പ്രധാനപ്പെട്ട പോർട്ടായി തന്നെ ഉള്ളൂ. ഇത്രയേ റഷ്യക്കുള്ളൂ. റഷ്യക്ക് അതല്ലാതെ അവിടെ അടിക്കുന്നത് വളരെ എളുപ്പമാണ്. റഷ്യക്ക് ഇപ്പോൾ ഉള്ള ആമസോൺ അമ്യുനേഷൻ തന്നെ ധാരാളമാണ് ഉക്രൈൻ അടിക്കുക. എന്നിട്ട് റഷ്യ ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആളുകൾ നാളെ പരസ്പരം കാണേണ്ടവരല്ലേ, ഒരുമിച്ച് പോകേണ്ടവരല്ലേ എന്നുള്ളത് കൊണ്ടാണ്. ഈ നരേന്ദ്രമോദി യുദ്ധത്തിനെതിരായ ഒരു സന്ദേശം ഈ പുടിനെ സന്ദർശിച്ചപ്പോൾ കൊടുത്തിരുന്നു. നമ്മൾ യുദ്ധത്തിനെതിരാണ് എന്നുള്ള സന്ദേശം, യുദ്ധം തീർക്കണം എന്നുള്ളതാണ് ഇന്ത്യയുടെ ഭാഗത്ത് നിന്നുള്ള നിർദ്ദേശം എന്നുള്ള രീതിയിൽ അദ്ദേഹം അവിടെ സംസാരിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇവിടെ ചെല്ലുമ്പോൾ പ്രതീക്ഷയോടെ ഈ സെലൻസ്കി അതിനെ കാണുന്നുണ്ടോ? ഇദ്ദേഹം വരുമ്പോൾ അത്തരം ഒരു ചർച്ച? സെലൻസ്കി ഇപ്പം എന്ന് വെച്ചാൽ ഇടയ്ക്ക് ട്രംപ് വരികയാണെങ്കിൽ ട്രംപ് ഒരു പരിഹാരം ഉണ്ടാകും. ഈ സെലൻസ്കിയാണ് ചർച്ചയ്ക്ക് തയ്യാറാവാത്തത്. അയാൾ നാറ്റോ പിന്നെന്ന് പണ്ട് അർജുന യുദ്ധം ചെയ്ത പോലെ ശിഖണ്ഡീനെ വെച്ചിട്ട് അർജുന യുദ്ധം ചെയ്തില്ലേ, പിന്നെ ഇതില്ലേ മഹാഭാരതത്തിൽ, അതുപോലെയാണ് സെലൻസ്കിനെ വെച്ചുകൊണ്ട് നാറ്റോ യുദ്ധം ചെയ്യുന്നത്. അപ്പോൾ സെലൻസ്കി ഈ ചർച്ചയ്ക്ക് തയ്യാറാവാത്തതാണ്. റഷ്യ ഈസ് ഓൾവേസ് കണ്ടിന്യൂസ്ലി വില്ലിംഗ് ടു ഡിസ്കസ് ആൻഡ് ദേ ആർ ട്രൈയിങ് ഫോർ ആൻ എഗ്രിമെൻറ്റ്. ബട്ട് ദിസ് ഗൈ ഈസ് നോട്ട് റെഡി ഫോർ ദാറ്റ്. അടുത്തിടെ അയാൾ പിന്നെ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറഞ്ഞിരുന്നു. അപ്പം മോഡി അവിടെ പോകുന്നതോടുകൂടി കുറച്ചും കൂടി, കാരണം രണ്ടുപേരും ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരാളാണ്. മറ്റ് താല്പര്യങ്ങൾ നമുക്ക് ആ മേഖലയിൽ ഇല്ല, വിശ്വസിക്കാൻ കൊള്ളാവുന്നതാണ്. ഇപ്പോൾ ഇസ്രായേൽ ആണെങ്കിൽ അവിടെ കച്ചവടം ആലോചിക്കും, യൂതന്മാർ കച്ചവടം ആലോചിക്കും. നമുക്ക് അവിടെ അങ്ങനെ കച്ചവടത്തിൻ്റെ താല്പര്യമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നമ്മുടെ പാരമ്പര്യം അങ്ങനെ തന്നെ. അതുകൊണ്ട്
ഒരു പ്രതീക്ഷയ്ക്ക് വരെയുള്ള കാര്യമാണ് മോഡി പോകുന്നത്. അപ്പോൾ ഇദ്ദേഹം പുട്ടിൻ്റെ ശത്രുവാണ് യുക്രൈനിലെ പ്രസിഡന്റ്. അദ്ദേഹത്തിൻ്റെ ക്ഷണപ്രകാരമാണ് മോദി ചെല്ലുന്നത്. ജൂലൈയിൽ ഇദ്ദേഹം റഷ്യ സന്ദർശിച്ചതേ ഉള്ളൂ. അപ്പോൾ അവിടെയും ഈ ശത്രുവിൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഇദ്ദേഹത്തോട് സംസാരിക്കാൻ ഒത്തിരി കാര്യങ്ങൾ ഉണ്ടാവില്ലേ? എങ്ങനെയെങ്കിലും ഇതൊക്കെ ഒന്ന് തീർക്കാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കണം. ഒരുപാട് കാലം യുദ്ധം ചെയ്യാൻ ആരും ആഗ്രഹിക്കുന്നില്ല. ഇതിന് രണ്ടുപേരും വിചാരിച്ചതിനേക്കാളും കൂടുതലായി പോയി യുദ്ധത്തിൻ്റെ. അതിൻ്റെ കാഷ്വാലിറ്റീസും ബുദ്ധിമുട്ടുകളും രണ്ടുപേർക്കും ഉണ്ട്. അപ്പോൾ എങ്ങനെയെങ്കിലും ഇത് തീർക്കാന്നുള്ള ഉദ്ദേശത്തോടു കൂടിയായിരിക്കും സെലൻസ്കി വിളിച്ചിട്ടുണ്ടാവുക. ഈ നാറ്റോ രാജ്യങ്ങളുടെ സ്വഭാവം എന്ന് വെച്ചാൽ യൂസ് ആൻഡ് ത്രോ അവേ. അതിന് മുമ്പ് സദ്ദാം ഹുസൈനെ ഉപയോഗിച്ചിട്ടുണ്ട്, മുഷറഫിനെ ഉപയോഗിച്ചിട്ടുണ്ട്. അവരുടെ ആവശ്യം കഴിഞ്ഞാൽ അവർ വലിച്ചെറിഞ്ഞു ഇല്ലാതാക്കുകയാണ്. മുല്ലാ ഉമറിനെ ഉപയോഗിച്ചിട്ടുണ്ട്, ബില്ലാദിനെ ഉപയോഗിച്ചിട്ടുണ്ട്. അത് സെലൻസ്കിക്ക് അറിയാണ്ടല്ലോ. ഫിനാഷനെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ താല്പര്യം കഴിഞ്ഞാൽ അവർ വലിച്ചെറിയും. അങ്ങനെ വലിച്ചെറിയാൻ നിന്ന് കൊടുക്കണമെന്നുള്ളതാണ് പ്രശ്നം. അത് സെലൻസ്കി മനസ്സിലാക്കുന്നുണ്ടോ? മാത്രമല്ല റഷ്യൻ്റെ അറിയില്ല, റഷ്യൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ അതിപ്പം അവർ മനസ്സിലാക്കുന്നുണ്ടാവും. റഷ്യക്ക് വളരെ എളുപ്പമാണ്. റഷ്യ അതുകൊണ്ടാണ് ഈ കൂലി പട്ടാളത്തേക്ക് ഉപയോഗിക്കുന്നത്. അത്ര സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല. അവർക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യമുള്ളൂ. പിന്നെ ഈ കൂലി പട്ടാളം അട്രോസിറ്റീസ് കാണിച്ചപ്പോഴാണ് അതിൻ്റെ നേതാവിനെ അവർ ആകാശത്ത് വെച്ച് തട്ടിക്കളഞ്ഞത്. ഇത് ഉക്രൈനും അറിയാം. ഉക്രൈനിലെ ജനങ്ങളും ആ കാര്യത്തിൽ കൺവിൻസ്ഡ് ആയിട്ടുണ്ടാവും. ജനങ്ങൾ കൺവിൻസ്ഡ് ആവാനാണ് സാധ്യത. അപ്പോൾ അതുകൊണ്ട് സമാധാനത്തിൻ്റെ പതയെ പോകണമെന്ന് ഇവരെ രണ്ടു കൂട്ടർ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ അവർ നമ്മളുമായിട്ട് നല്ല ട്രേഡ് റിലേഷൻഷിപ്പ് ഉണ്ട്. ഈ റഷ്യയുടെ നമ്മൾ ഡിസ്കൗണ്ട് നിരക്കുള്ള എണ്ണ വാങ്ങിക്കുന്നുണ്ട്. ഇപ്പം തന്നെ സെലൻസ്കി നോർത്ത് സ്ട്രീം എന്നുള്ള ഗ്യാസ് പൈപ്പ് ലൈൻ ബ്ലാസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ്. കാരണം ഗ്യാസ് ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ആക്രമിക്കാൻ പാടില്ല എന്നുണ്ട് കൃത്യമായ നിർദ്ദേശമുണ്ട്. അത് ലംഘിച്ചുകൊണ്ടാണ് അയാൾ അറ്റാക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്തരം പ്രോബ്ലംസ് ഉള്ളതുകൊണ്ട് ഇത് എനിക്ക് മോഡിയുടെ സന്ദർശനം ഗുണം ചെയ്യുമെന്ന് തോന്നുന്നു. മോഡി മേ ബി ഒരു കിസിഞ്ചർ നോബൽ സമ്മാനമൊക്കെ ചിലപ്പം കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷേ നോബൽ സമ്മാനം അവർ കൊടുക്കുക. അതിന് അമേരിക്കക്കാർക്ക് ഇപ്പോൾ മോഡിനെ ഇഷ്ടമല്ല. അമേരിക്കക്കാർക്കല്ല, അമേരിക്കൻ ഗവൺമെൻറ് മോഡിനെ ഇഷ്ടമല്ല. അവർ വിചാരിച്ചു അവരൊക്കെ പാവ ഗവൺമെൻറ്റായിട്ട് നിൽക്കുമെന്ന് വിചാരിച്ചു. താലിബാനൊക്കെ പോലെ കംപ്ലീറ്റ് ഇന്ത്യനെ ഹിന്ദുത്വവൽക്കരിച്ച് മുസ്ലിങ്ങളൊക്കെ കൊന്നൊടുക്കി, ക്രിസ്ത്യാനികളൊക്കെ ഇവിടുന്ന് ഓടിച്ച് അങ്ങനെ ഒരു നെഗറ്റീവ് സംഭവമായിട്ട് മോഡി നിൽക്കുമെന്നാണ് ഇവർ വിചാരിച്ചത്. നമ്മുടെ വിപണിയൊക്കെ ഇഷ്ടം പോലെ സായിപ്പന്മാർക്ക് തുറന്നു കൊടുത്ത്. പക്ഷെ അവർ വിചാരിച്ചത് കിട്ടുന്നില്ല. അപ്പോൾ ഇപ്പോഴാണ് ഇവർ കയ്യട എന്നായിപ്പോയത്. മാത്രമല്ല മോഡിയുടെ അണ്ടറിൽ അദാനി അംബാനിയെ പോലെ ഇന്ത്യൻ ബിസിനസ് ടൈക്കൂൺസ് ലോകം കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് അവർക്ക് വേറെ തലവേദനയാണ്. ഇതൊന്നും ഇവർ ആഗ്രഹിക്കുന്ന കാര്യമല്ലല്ലോ. അതെ, ഇപ്പം അവരുടെ ബുക്കിൽ നല്ല ബോയ് അല്ല. ഇപ്പം കമല ഹാരിസ് ജയിച്ചു കഴിഞ്ഞാലും ഇന്ത്യക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. അതുകൊണ്ടാണ് ഇന്ത്യക്കാർ കമല ഹാരിസിനെ സപ്പോർട്ട് ചെയ്യാതെ. അവർ ട്രംപിനാണ് സപ്പോർട്ട് ചെയ്യുന്നത്. വിശദമായി നമുക്കത് ചർച്ച ചെയ്യണം. അപ്പം മോഡി പൊതുവെ മോഡിയുടെ സ്റ്റാച്ചർ ഉയരും. ഈ ബീഹാറിൽ ചിലപ്പോൾ സമാധാനം വരും. അങ്ങനെ വന്നാൽ ബീഹാറിലാണെങ്കിൽ അവർ നോബൽ സമ്മാനം കൊടുക്കരുത്. ഇപ്പോൾ മോഡിനെ വലുതാക്കാൻ യൂനിസാണ് രണ്ടാമത്തെ സമ്മാനം കൂടി കൊടുക്കരുത്. ഇതാണെങ്കിലും യൂനിസിനൊക്കെ യഥാർത്ഥത്തിൽ ഈ നോബൽ സമ്മാനം കൊടുത്തത് തന്നെ അത് വളർത്തിക്കൊണ്ടുവരുന്നത്. ചില സമ്മാനങ്ങൾ കൊടുക്കുന്നത് വളർത്തിക്കൊണ്ടുവരാനാണ്. എന്നിട്ട് അവരെ എന്താണ് ടൂളായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി. ഞാനിപ്പോൾ യൂനിസിന് ഞാൻ ഫാനായിരുന്നു. ഞാൻ ബംഗ്ലാദേശിലെ ഈ വൃത്തിയോട് വന്നതോട് കൂടിയിട്ടാണ് അന്ന് ഞാൻ പഠിക്കുന്ന സമയത്ത് യൂനിസിന് നോബൽ സമ്മാനം കിട്ടി. അന്ന് ഞാൻ സിവിൽ സർവീസ് പഠിക്കുന്ന ആളാണ്. അപ്പോൾ യൂനിസിനെ പറ്റി ക്വസ്റ്റ്യൻ വന്ന പോസിറ്റീവ് നോട്ടേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ആൻഡ് ഹി വാസ് വെരി ക്ലോസ് ടു ഇന്ത്യ ഓൾസോ അറ്റ് ദാറ്റ് ടൈം. സിദാനൊക്കെ അങ്ങനെ കാണാൻ വന്നിരുന്നു. അന്ന് നമ്മൾ ഇന്ത്യയുമായിട്ട് വളരെ അടുപ്പമായിരുന്നു. ഇന്ത്യയിലെ വന്നിരുന്നു. നോബൽ സമ്മാനം കിട്ടി നമ്മളങ്ങനെ ആദരിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഗ്രാമീൺ ബാങ്ക്, മൈക്രോ ഫിനാൻസ് ഒക്കെ നമ്മുടെ ചിന്തകളിലേക്കൊക്കെ കടന്നു വരുന്നത്. പിന്നെ ഉണ്ണികൃഷ്ണൻ്റെ സിനിമയിൽ അത് വന്നു. പിന്നെ വെള്ളാപ്പള്ളി മൈക്രോ ഫിനാൻസിൻ്റെ സാധനങ്ങളായിട്ട് വന്നപ്പോൾ വെള്ളാപ്പള്ളി വന്നു. അങ്ങനെയൊക്കെ വന്നു. അപ്പം എനിക്ക് അയാൾ വലിയ കാര്യമായിരുന്നു. പക്ഷെ അയാൾ സ്റ്റൂജാന്ന് എനിക്ക് മനസ്സിലായത് ഇപ്പോഴാണ്. അമേരിക്കയുടെ പാവ. അപ്പോൾ പിന്നെയാണ് നമ്മൾ ആ രീതിയിൽ ചെയ്യുന്നത്. അത് ഹസീന നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇയാളെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന്. ഹസീന പറഞ്ഞിട്ടുണ്ട്, നേരത്തെ മനസ്സിലായതാണ്. നമ്മളത് ഇന്ത്യയുടെ വിഷയമായിട്ടാണ് കണ്ടത്. അപ്പം പിന്നാണ് നമ്മൾ അതേപറ്റി കൂടുതൽ അന്വേഷിക്കുന്നത്. അന്ന് ഹിന്ദു ഉൾപ്പെടെ പത്രങ്ങൾ ഇയാളെ പറ്റി നല്ലതായിരിക്കും. നമ്മൾ ഹിന്ദു ആണല്ലോ അന്ന് നമ്മുടെ റെഫറൻസ്. ഇന്നിപ്പോൾ ഹിന്ദു എന്തായിരുന്നു എനിക്കറിയില്ല. അപ്പം അന്ന് ഹിന്ദു ഒക്കെ നല്ലതായിരിക്കും. അപ്പം എനിക്കെല്ലാം അഭിപ്രായമായിരുന്നു ഇയാളെ പറ്റി. അതിപ്പം അത് മാറി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.